എം സ്വരാജിന് തിരിച്ചടി. കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കെ ബാബു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ആരോപണം സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി. വിധിയിൽ സന്തോഷമെന്ന് കെ ബാബു, വിചിത്രമായ വിധിയെന്ന് എം സ്വരാജ്. കെ ബാബു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന് തെളിയിക്കാൻ ഹർജിക്കാരനായ എം സ്വരാജിന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ച് ഹർജി തള്ളിയത്. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിച്ച MLA കെ ബാബുവിന്റെ വിജയം അസാധുവാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു സ്വരാജിന്റെ ആവശ്യം. എന്നാൽ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്തതിന് തെളിവില്ലെന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. ഇക്കാര്യം സംശയാതീതമായി തെളിയിക്കാൻ സാക്ഷിമൊഴികൾ പര്യാപ്തമല്ല. സാക്ഷിമൊഴികളിൽ അവ്യക്തതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അയ്യപ്പന്റെ ചിത്രമുള്ള സ്ലിപ്പുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും താൻ വിതരണം ചെയ്തിട്ടില്ലെന്നുമായിരുന്നു കെ ബാബുവിന്റെ വാദം. സ്ലിപ്പുകൾ വിതരണം ചെയ്തുവെന്ന് പറഞ്ഞ സാക്ഷികൾ CPM പ്രവർത്തകരാണെന്നും കെ ബാബു വാദിച്ചിരുന്നു. ഹൈക്കോടതി വിധി സന്തോഷം നൽകുന്നതായി കെ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു. ഇപ്പൊ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം. കേരളത്തിലെ UDF-നും ആവേശം പകരുന്ന ഒരു വിധിയാണ്. എന്നാൽ ഹൈക്കോടതിയുടെ ഇത് വിചിത്രമായ വിധിയെന്നായിരുന്നു എം സ്വരാജിന്റെ പ്രതികരണം. എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത്. ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ്. ജനം, കൊച്ചി.